എത്ര മണിക്ക് ഇവിടെ വന്നത്? 6 മണിക്ക്. 6 മണിക്ക്. ചായ കുടിച്ചാ? ചായ കുടിച്ചു. എത്ര മണി വരെ? അപ്പൊ ഞാനും എന്റെ ഫ്രണ്ടും കൂടി ഇന്ന് ഞങ്ങൾ ഇഡ്ഡലിയും ദോശയും കഴിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ. ഇഡ്ഡലിയും ദോശയും വീട്ടിലില്ലാഞ്ഞിട്ടല്ല, അടിപൊളി ഒരു സ്പോട്ട് ഉണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ വന്നിട്ട് ഇഡ്ഡലിയും ദോശയും കഴിക്കുക. ഞങ്ങൾ കഴിച്ച് ടേസ്റ്റ് കണ്ടിട്ട് ഇന്ന് ഞങ്ങൾ ഒരു പ്ലാനിങ് ചെയ്തതാണ് ഇവിടെ വന്ന് കഴിക്കാൻ. ഹോട്ടൽ ജയഭാരത്. ജയഭാരതിലേക്ക് എത്തിയിട്ട് വാണിയംകുളത്താണ്. നമുക്ക് പോയിട്ട് ഇവിടുന്ന് കഴിച്ചു നോക്കാം. ഇവിടെ നെയ് റോസ്റ്റ്, മസാല ദോശ, ദോശ, ഇഡ്ഡലി, പരിപ്പുവട, ഉഴുന്നുവട, ബാക്കി പിന്നെ സാധനങ്ങളൊക്കെ ഉണ്ട്. മിക്സർ, പപ്പടവട, ലഡു, മൈസൂർ പാക്ക്, ഇതൊക്കെ ഉണ്ട്. അത്രയും ഞാനിപ്പോ അത് എത്ര വർഷമായി എന്ന് പറയാൻ അങ്ങോട്ട് കിട്ടുന്നില്ല. അതാണ് 1957 അല്ലേ? 1957 തുടങ്ങിയ ദോശക്കടയാണ്. അതെ. ഞങ്ങൾ കഴിച്ചു തുടങ്ങുന്നുണ്ട് കേട്ടോ. ദോശന്റെ അഭിപ്രായം പറയും. ദോശ പിന്നെ നീ ഇവിടെ വന്ന കാരണം പറയാലല്ലോ അല്ലേ? അതിപ്പോ ഞങ്ങള് 2-3 വട്ടമായി ഇവിടെ വരുന്നു. ഞങ്ങൾ എപ്പോഴും ഇവിടെയാണ് ചൂസ് ചെയ്യുക. ഇങ്ങനെ വന്ന് പുറത്ത് ഔട്ടിങ്ങിനൊക്കെ പോയി വരുമ്പോഴും ഇവിടെയാണ് ചൂസ് ചെയ്യുക. ബിക്കോസ് 1957 സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് വരെ രുചിയുടെ കാര്യത്തിലും തിരക്കിന്റെ കാര്യത്തിലും ഒട്ടും വ്യത്യാസങ്ങളില്ലാത്ത നമ്മുടെ ജയഭാരതി ഹോട്ടലിലാണ് ഞാനുള്ളത്. The food was really great, and like the homely feels of it is really amazing. Thank you so much. നല്ല ഫുഡായിരുന്നു. നല്ല ചമ്മന്തിയാണ് അരിഞ്ഞിട്ട്, നല്ല കാപ്പിയും, നല്ലൊരു നാടൻ ഫീൽ. ഇപ്പോൾ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ദോശ മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് നെയ് റോസ്റ്റും എൻ്റെ ഫ്രണ്ട് മസാല ദോശ വാങ്ങി. ഇതിന് കുറച്ച് മസാല ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അവിടുത്തെ ചമ്മന്തിയാണ് ഹൈലൈറ്റ് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ചമ്മന്തി കൂട്ടി ചട്നിയും കൂട്ടി സൂപ്പറായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ആ ചമ്മന്തിയുടെ ടേസ്റ്റും നല്ല അടിപൊളിയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ സ്പോട്ട് മറക്കണ്ട. ഒറ്റപ്പാലം പട്ടാമ്പി റോഡിലെ വാണിയംകുളത്തുള്ള ജയഭാരത് ഹോട്ടൽ. ദോശയൊക്കെ കഴിച്ച് ഞങ്ങളൊരു സ്ഥലം വരെ പോയി വരുന്ന വഴിക്കാണ് ഈ ഒരു മസാല സോഡ. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് ബൽക്ക് വന്നിട്ട് കുടിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് കണ്ടിട്ട് എന്നോട് പറഞ്ഞപ്പോൾ ഞാനും കൂടി കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുരുമുളക് പൊടി, മസാല, തൈര്, സോഡ, ലെമൺ ഇതൊക്കെ കൂടി ഇങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഉച്ച സമയത്ത് കുടിക്കുമ്പോൾ കിട്ടുന്നൊരു വൈബ് ഭയങ്കര. ഈ ഒരു കൊടും ചൂടിൽ നമ്മളിങ്ങനെ വെയിലൊക്കെ കൊണ്ട് ചൂടടിച്ചിട്ട് വന്നപ്പോഴാണ് ഈ ഒരു മസാല സോഡ ഇവിടെ കണ്ടത് കേട്ടോ. മസാല സോഡ കുടിക്കട്ടെ. സൂപ്പർ ആയിട്ട്